ഹായ്, നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് BJP കേരളത്തിൽ കാഴ്ചവെച്ചത്. ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിലെ ജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിഞ്ഞു. മണ്ഡലത്തിൽ 74,686 വോട്ടുകൾക്ക് വിജയിച്ച സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിക്കഴിഞ്ഞു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് രണ്ടാമതൊരാൾ കൂടി മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. 2 പേരുകളാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലുള്ളത്. തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം കിട്ടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പിന്നീട് പരിഗണിക്കുന്ന 2 പേർ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ മുൾമുനയിൽ നിർത്തുകയും ജയത്തോളം പോന്ന 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് പരിഗണിക്കുന്നതിൽ ഒന്ന്. വെറും 16,077 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ തോറ്റത്. 3,42,078 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2ാം മോദി സർക്കാരിൽ ID വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇത്തവണയും അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. തൃശൂർ മോഡലിൽ അടുത്ത 5 വർഷവും തിരുവനന്തപുരത്ത് സജീവമായി പ്രവർത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി ഇടപെട്ടാൽ അടുത്ത തവണ വിജയം പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPM ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തിയ വി മുരളീധരനെയാണ് പിന്നീട് പരിഗണിക്കുന്നത്. 2ാം മോദി സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ആറ്റിങ്ങലിൽ 3ാം സ്ഥാനത്തായി പോയെങ്കിലും വിജയിച്ച അടൂർ പ്രകാശുമായുള്ള വ്യത്യാസം വെറും 16,272 വോട്ടുകൾ മാത്രമാണ്. 3,11,779 വോട്ടുകളാണ് CPMന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ നിന്ന് വി മുരളീധരൻ പെട്ടിയിലാക്കിയത്.